ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീടുന്നതാണ്. പിന്നെ നമ്മൾ ഗെയിമിംഗ് സെറ്റപ്പ് റെഡി ആക്കുന്നതാണ്. ഓക്കെ, റെഡിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മൗസൊന്നും ഇല്ല കേട്ടോ, കീബോർഡേ ഉള്ളൂ. കീബോർഡാണ് ഇന്നലെ നിലത്ത് വീണിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമുണ്ടെന്ന് അറിയില്ല, എല്ലാം ചെക്ക് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പം ടാബൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ക്യാമറ സെറ്റ് ചെയ്യണം, അതാണ് ഞാൻ പെടാപ്പാടുപെടുന്നത്. ക്യാമറ ഇപ്പോൾ എവിടെ സെറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ അപ്പം ഇതുവരെ കാണണം, ഇങ്ങനെ കാണണം, ഇതുവരെ കാണണം. ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയില്ല. സ്റ്റാൻഡ് ചാർജ് ഇല്ല, സ്റ്റാൻഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? തക്കാർ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാം. പിന്നെ പണ്ട് വെച്ചിരുന്നു കോർമട്ട് തലടിച്ച് വീണ്ട് നിന്നായി പോകണം. കറക്റ്റ് കാണുമെന്ന് വെച്ചാൽ ശരി, ഇങ്ങനെ ചായനും അഥവാ തെറ്റി പോണിക്കണ്ടെങ്കിൽ പണിയാവും. അതുകൊണ്ട് ഇപ്പോൾ കാര്യം ചെയ്യാം, പണിയൊക്കെ വെക്കാം. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനാവില്ല. ഓക്കെ, നമുക്കൊന്നും ചെയ്യാനാവില്ല. ഓക്കെ, അതാണ് കാര്യങ്ങളൊക്കെ. വീണ്ടെന്നാൽ മതി. ഓക്കെ, എന്നാൽ ഈ കാൽക്കുലേറ്റർ കാരണമാണ് എൻ്റെ കീബോർഡ് വീണത്. ഓക്കെ, മറ്റേ കീബോർഡ് കഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്, സ്ക്രൂ ഇടിച്ചില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ടാബ്. ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ, ടാബ് അധികം യൂസ് ചെയ്യില്ല. എപ്പോഴെങ്കിലും നോക്കലുണ്ട്, ഗെയിം കളിക്കുമ്പോഴും നോക്കലുണ്ട്. ഗെയിം കളിക്കില്ല ഞാനിത്, ഗെയിമേ വെറുതെ കളിക്കലുണ്ട്. ഇത് ഞാൻ സബ്വേ സർഫ് പിന്നെ അങ്ങനത്തെ പോലെല്ലാം കളിക്കലുണ്ട്. സബ്വേ സർഫ് പിന്നെ ഫ്രീ ഫയർ അങ്ങനത്തെ ഗെയിമിലും കളിക്കലുണ്ട്. അതേ കളിക്കലുണ്ട്, വെറുതെ കളിക്കലുണ്ട്, അല്ലാണ്ട് ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ടാബ് ചാർജൊന്നും ഇല്ല, ഓണാവില്ല. നമുക്ക് ഗെയിം സെറ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചെക്ക് ചെയ്യാം. നമ്മൾ കാണിച്ചു തരാം. ഞാൻ നെക്കി പിടിച്ചിട്ടുണ്ട്, ഒരു അനക്കവും ഇല്ല ടാബിന്. ഇതാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഗെയിമിംഗ് സെറ്റപ്പ് സെറ്റ് ചെയ്യട്ടെ. ഇതൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ അട്ടത്തടം വെക്കാം. ഫസ്റ്റ് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇത് തെർമാക്കോളായതുകൊണ്ട് ഇങ്ങനെ പൊന്തി ഇരുന്നുണ്ട്. അപ്പോൾ ഇത് ഗെയിം സെറ്റപ്പ് ചെയ്യാനാവില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ വലിയ ഇങ്ങനെ മുറിച്ചാലോ, കാരണം ഇത് ഭയങ്കര ഇടങ്ങാറാണ്. മുറിക്കാനാണെങ്കിൽ ഇവിടെ കത്തിയൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് കത്തി. കറ വെച്ച് മുറിച്ചാലോ, മുറിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇതിനെ കൊണ്ട് ഉപകാരം വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മുറിക്കാത്തത്. തൽക്കാലം മുറിക്കണമെന്ന് ചോദിച്ചാൽ മുറിക്കണ്ട. തൽക്കാലം കൂടെ എന്തെങ്കിലും ബോർഡ് പോലാക്കിയിട്ട് സെറ്റ് ചെയ്യാം. എന്നാലും മുറിക്കേണ്ട വരും കേട്ടോ, മുറിക്കേണ്ട വരും നമുക്ക് തോന്നുന്നു. എന്തായാലും മുറിക്കാം. നമുക്ക് വേറെ ഐഡിയ ഉണ്ട്. നമുക്ക് മുറിയുണ്ട് കേട്ടോ, മുറിയുണ്ട്. കാരണം ഇന്നത്തെ വീഡിയോ 60 ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഞാനത് കാണട്ടെ. ആൾക്കാർ വ്യൂസേ കിട്ടുള്ളൂ, ലൈക്സ് എല്ലാം കുറവാണ് ഭയങ്കര. മുറിക്കാനാവുന്നില്ല, വലിയ കാശ് സിമ്പിളായിട്ട് മുറിക്കാം. മുറിയുന്നില്ല. ഓക്കെ, അത് വല്ലാണ്ട് ഓട്ടമായിപ്പോയി. കുറച്ചധികം മുറിച്ച് പോയി ഞാൻ. ഇതാ കഷ്ണം ഇതാ. നമുക്ക് അത് മതി. എന്നോട് കീബോർഡിന് വേണ്ടി ചിലത് വേണം. അവിടെ മാത്രം കട്ട് ചെയ്തു. ഇവിടെ രണ്ടെണ്ണമുണ്ട്, അവിടെ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ആൾക്കാർ ഇപ്പോൾ അവിടെ മാത്രം മതി. ഓക്കെ, ഇതിന് ബോറായോ എനിക്കറിയില്ല. അവൻ ചാൻസ് ചെറുങ്ങനല്ല, സാരമില്ല. ഓക്കെ, നമ്മുടെ പ്രൈസിന് മുകളിൽ വെക്കട്ടെ. ഇന്നലെ ഇവിടെ കളിക്കുന്നത് ഒരു ഷാൾ കുറയുന്ന രണ്ട് മേത്ത്. ഞാൻ ഷാളും കാട്ടിട്ട് മേടിച്ചില്ല, അതാണ്. ഓക്കെ, എൻ്റെ മൈക്കൊക്കെ ഇവിടെ ഉണ്ട്. ഒന്ന് വർക്ക് ചെയ്യാത്ത മൈക്കിന് കുറേ വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉള്ളതുകൊണ്ട് ഗെയിം സെറ്റൊക്കെ അടിപൊളിയാക്കാം. പക്ഷേങ്കിൽ മൗസില്ല, നമുക്ക് കുഴപ്പം. മൗസുണ്ട്, പക്ഷേങ്കിൽ അത് എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല. യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കൈ ഉണ്ടാവാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ ടാബ്ലറ്റ് എടുക്കും, ഇവിടെ വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ എകരം പോയതുകൊണ്ട് കറക്റ്റ് വെക്കാനുണ്ട്. ഗെയിം സെറ്റപ്പ് ചെറിയൊരു ഗെയിം സെറ്റപ്പാണ്, വലിയ രീതിയിലൊന്നും എന്തായാലും ആക്കാനാവില്ല. പിന്നെ ബഡ്ജറ്റ് വേണ്ട വരും എന്തായാലും. ഒരു മിനിറ്റ്, ഈ സാധനം ഇവിടെ നിൽക്കണം. ഫോണും കൂടി താഴെ പൊട്ടിയിട്ട് കഴിയല്ല. ഫോണാണ്, ക്യാമറ അല്ല. ക്യാമറ ചാർജില്ല. ഓക്കെ, ഈ സാധനം മാറ്റിയിട്ട് ഉണ്ടോ, കുറേ പൂത്ത വെട്ടിയിട്ടുണ്ട് ഇവിടെ. എൻ്റെ കൈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൂത്ത വെട്ടിയെന്ന്. ഓക്കെ, ടാബ് റെഡി ആയിട്ടുണ്ട്. ഈ കീബോർഡ് അതുകൂടി ഇങ്ങനെ വെക്കാം. അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം സെറ്റ് പകുതി റെഡിയായി. ഓക്കെ, ഞാൻ കളിക്കാം. അതേ പറ്റുള്ളൂ. ഇനി ടാബ് ചാർജ് കറണ്ട് കൊടുക്കണം. ഇനി അതിനാണ് പണി. അതിനായിട്ട് ഞാൻ ചാർജറിൻ്റെ പ്ലഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലഗ് പോയോ കാണുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വയറിൻ്റെ അടിയിലാണുള്ളത്. ഇതാണ് ഞാൻ ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തത്. ഇങ്ങനെ ചെറിയൊരു ഗെയിം സെറ്റപ്പാണ്, വലിയ രീതിയിലൊന്നുമില്ല. ഓക്കെ, അടുക്കട്ടെ. ഇതൊക്കെ മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് എന്ത് ഉപകാരം നിങ്ങൾക്കറിയില്ല. വെറുതെ ഇങ്ങനെ കളിക്കാന്നല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. ഓക്കെ,
ഇവിടെ ചാർജർ ഇട്ടേ ഗൈസ്, ചാർജർ കാണുന്നില്ല. അത് താഴത്താണല്ലോ, ഞാൻ എടുത്തിട്ടിരുന്നു ഗായ്സ്. ഇത് യൂസ് ചെയ്ത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രശ്നമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത് തുരുമ്പെടുത്തിന്, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാനാവില്ല. ഇപ്പോൾ വയറടിന്ന് കിട്ടും. ഇത് ഓണാക്കണമെങ്കിൽ ചാർജർ വേണം. ടാപ്പ് ഓഫായി പോയി, ഫുള്ളായിട്ട് ഓഫായി പോയി. ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് നമുക്ക് കുഴപ്പം ഒരു മാസമായിട്ട് ഉപയോഗിക്കാത്തത്. കേസ് ചാർജർ എടുത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ ഇവിടെ കണക്ഷൻ്റെ പ്ലഗ് ഉണ്ട്, അതുകൊണ്ട് കുത്തി വെക്കാം. അങ്ങനെ പണി കൊള്ളും. കിടക്കട്ടെ. ഇതാ സ്പീക്കർ. ഈ സ്പീക്കർ താഴെ വെക്കാം. സ്പീക്കർ താഴെ വെച്ചാൽ നമുക്ക് ഈ കറണ്ട് കൊടുക്കാനുള്ളൂ. ഓക്കെ, സ്പീക്കർ വാങ്ങിച്ചപ്പോൾ ഒഴിഞ്ഞു കേട്ടോ. ഇത്രയും കാലം ഇങ്ങനെ നടന്നിട്ടുണ്ടാവുക. ഓക്കെ, അവിടെ നിൽക്കുന്നത് കണക്ഷൻ കൊടുത്തിട്ട് വെക്കാം. പൊട്ടിത്തെറിക്കുന്നുണ്ട് ടാബ്, കുറേ സേവ് ഉപയോഗിക്കാത്തത്. നമ്മളെ കഴിച്ച കീബോർഡ് ഇതാ വെച്ച ഇത് മണ്ണിടെ അടിയിൽ വെച്ചാൽ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് പേടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുള്ള പണികളും. ഷോർട്ട് സർക്യൂട്ട് ഒന്നും ആവും തോന്നില്ല, ടാബല്ലേ എന്താണ്, നല്ല ചാർജറാണ്. അതല്ല, ചാർജറിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പണി വാങ്ങാൻ ചാൻസ് ഉണ്ട്. ചാർജറിൽ പ്രശ്നമില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന അവിടെ തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ എല്ലാവരുടെ ഫോണും കുറ്റിയാകുന്ന ചാർജറാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. ഒരു മിനിറ്റ് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന്. ഓക്കെ, ഗെയിമിംഗ് സെറ്റപ്പ് റെഡി. നമുക്കിത് വിളിച്ച് നോക്കാം. ഇനി ടേൺ ഓൺ ദി ടാബ്ലറ്റ്. നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതാ കണക്ഷനൊക്കെ കൊടുത്തു. ഇത് കമ്പ്യൂട്ടർ കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഒരു കണക്ഷൻ്റെ വേണ്ട, കാരണം ചാർജ് ഇല്ല കുഴപ്പം. ഇനി സ്വിച്ച് അങ്ങനെ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ഫോണാവും. കാണുന്നുണ്ടോ ഗൈസ്? എന്താ ഓണാകാത്തത് ഗൈസ്? ബെടക്കായി തോന്നുന്നു, കുറേ ഉപയോഗിക്കാത്തത്. ഇത്രയും ടാബിൽ അടിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ഗൈസ്. ഒരു സീനുണ്ടെന്ന് കാണിയാണ് ടാബിൽ പോയോ? ഒന്നും കാണിക്കുന്നില്ലേ? കണക്ഷൻ റെഡിയാണല്ലോ. ഓണായി. ഇത് ഭാഗ്യം. ചാർജറിൻ്റെ ചിഹ്നം കാണിച്ചു. ഇന്നത്തെ തലതിരിഞ്ഞു പോയി, അതിനകത്ത് തന്നെയാണ്. 1% ഉള്ളൂ. ഇതിൽ ഫോണാണെങ്കിൽ 5% വേണം മിനിമം. ഇനി നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഫോണിലാണെങ്കിൽ അത്രയും നേരം വേണം ചാർജ് ചെയ്യാൻ. അതിനൊന്ന് ഓണായി വരട്ടെ, എന്നിട്ട് കാണാം. ഇപ്പം എനിക്കിപ്പോൾ ഓണാവില്ല എന്തായാലും. 100% ഉറപ്പാണ്. കാരണം മിനിമം 5% വേണം. അത് ഓണായിട്ടുണ്ട് എങ്ങനെയോ. ഓക്കെ, പേര് കാണിക്കുന്നുണ്ട്. ഓണായി വരട്ടെ, എന്നിട്ടാണ് നമുക്ക് മൗസും കൊണ്ട് പൊളിക്കാനും. പക്ഷെ മൗസില്ല. ഓക്കെ, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഓണായത്. ഓക്കെ, ഓണായി. 1% ഉള്ളൂ. അപ്പോൾ ഇതായി കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്, പാക്റ്റുകൾ ഗെയിമൊക്കെ ഉണ്ട്. ഓക്കെ, അടക്കട്ടെ. ഇതിൽ മെയിൻ പ്രശ്നം വെച്ചാൽ യൂട്യൂബ് കിട്ടില്ല, അതാണ് പ്രശ്നം. കണ്ടോ, ഇതിൻ്റെ ഔട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് യൂട്യൂബ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടാബ് യൂസ് ചെയ്യാത്തത്. ഓക്കെ, മെയിൻ പ്രശ്നം. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും യൂട്യൂബിൽ വീഡിയോടാം, അല്ലാണ്ട് ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് നേരെ കീബോർഡ് ഓണാക്കാം. ഇതാ ഓൺലൈനുണ്ടെങ്കിൽ തകരാറുണ്ടോയെന്ന് ഇപ്പം ഇനി അറിയാം. ഇവിടെ ക്യാമറ സെറ്റ് ചെയ്താൽ അറിയാം. ഞാൻ ഈ പ്ലേറ്റ് മാറ്റിട്ടിരുന്നു. ഓക്കെ, എനിക്ക് പോയി സെറ്റ് ചെയ്യാം. നിൽക്കുന്നില്ല കേട്ടോ, തെർമാക്കോൾ വരെ വെച്ചാൽ കാൽക്കുലേറ്റർ ചൂടാക്കാം. ഓക്കെ, ഇത് പകുതിയാവണം, ഫുള്ളായിട്ട് ഇങ്ങനെ കാണണം. ബാക്കിൽ നോക്കണം. ഓക്കെ ഗായ്സ്, അങ്ങനെ റെഡി ചെയ്യുന്നുണ്ട്. ഇനി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഞാൻ ബ്ലൂടൂത്താണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ വെച്ചാണ്
ഓക്കെ. ഓക്കെ, ബ്ലൂടൂത്ത് കണക്ട് കൊടുക്കട്ടെ. ഒന്ന് കാണിക്കുന്നുണ്ട് കീബോർഡ്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും ഇവിടെ ആയിട്ടാണ് ക്യാമറ വേണ്ടത്. ഇങ്ങനെ മതിയല്ലേ ഗൈസ്? ഇങ്ങനെ സെറ്റ് ചെയ്യാനും ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതെന്തിനാണ് ഇപ്പോൾ കീബോർഡ് കണക്ട് ചെയ്ത് എനിക്ക് മനസ്സിലാവില്ല. യൂട്യൂബ് കിട്ടാണ് ഇത് കീബോർഡ് ഫുള്ളായിട്ട് കാണുന്നില്ലേ? ഇത് തൽക്കാലം പിടിച്ചാൽ കേട്ടോ, കാണുന്നില്ല വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഫോണിൽ വെച്ചത്. ഇത് കണക്റ്റ് ആകുന്നില്ല കേട്ടോ, എന്തോ പ്രശ്നമുണ്ട്. ബെയറിങ് കൊടുക്കട്ടെ. നമുക്കൊന്ന് ഫുള്ള് ഇവിടക്കായി കണക്റ്റ് ആയി കണ്ടായി. നമുക്ക് നേരെ യൂട്യൂബിൻ്റെ ആപ്പ് പോവാം. ക്രോം ബ്രൗസർ വഴി നമുക്ക് യൂട്യൂബ് കയറാം. ഓക്കെ, യൂട്യൂബ് ലെറ്റ്സ് ഗോ. ക്രോം ബ്രൗസർ വഴി നമുക്ക് യൂട്യൂബ് കയറാം. മൗസിൻ്റെ പൊളിക്ക് വരും ഗൈസ്, മൗസില്ല, ആണ് വർക്ക് ചെയ്യാത്തത്. സെർച്ച് ചെയ്യാം യൂട്യൂബിൽ നിന്ന്. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് ചെരിക്കാം, നിങ്ങൾക്ക് കറക്റ്റ് കാണാമല്ലോ. ഓക്കെ, അവിടെ ചാർജിന് വെച്ചിട്ടുണ്ട്, പണിയാവും. എന്താണ് വന്നിരുന്നത്? എന്തെല്ലോ വന്നിട്ടുണ്ട്. എന്താ യൂട്യൂബ് മര്യാദക്ക് വർക്കാവൂല? വർക്കിങ്ങാണ് വിളിച്ചത്. ഗെയിം സെറ്റപ്പ് റെഡിയാക്കാൻ വിളിച്ചപ്പോൾ ഗെയിം സെറ്റപ്പ് ഒരു കുന്തോ അറിയാനില്ല. ഇത് ഈ പശ നിൽക്കുന്നില്ല, ഫോൺ നിൽക്കുന്നില്ല. അങ്ങോട്ട് തിരിച്ചു തരാം. ഓക്കെ, ആൾക്കാർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആൾക്കാർ വെക്കാം. ഓക്കെ ഓക്കെ, വീണ്ടെന്ന് മതി. ഇതെന്താണ് വന്നിരുന്നത്? MIT മ്യൂസിയം. ഹോം ടാബ് പോവാം. ഇത് മൊത്തം ഹാങ്ങാണ്, ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇതിൽ. ഇതുണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നില്ല, മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഹോം ടൈമിലേക്ക് പോകാനേ ആവുന്നില്ല ഗൈസ്. കീബോർഡും വർക്കാവുന്നില്ല, ഒരു സാധനവും വർക്കാവുന്നില്ല. ഇതുകൊണ്ട് ഇത് ഓപ്പൺ ആകുന്നില്ല. പോയാ ഇത് ഓഫ്ലൈനാണുള്ളത്, വൈഫൈ ഓണാണ്, എന്നിട്ട് ഓഫ്ലൈൻ കാണിക്കുന്നു. ഇത് മൊത്തം പണിയാണല്ലോ. 411 മിനിറ്റായി. ഇന്നത്തെ കൂടുതലാണ് വീഡിയോൻ്റെ ലെങ്ത്. ബ്ലൂടൂത്ത് നോക്കട്ടെ. എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഗൈസ്, വർക്ക് ചെയ്യുന്നില്ല. കീബോർഡ് ഓപ്പൺ ആയി കഴിയുന്നു, അത് ഓപ്പൺ ആകുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മൾ കീബോർഡിൽ ഫസ്റ്റ് ഐക്കൺ ഞെക്കുന്നുണ്ട്. ബാക്ക് സ്പേസ് ഇതെല്ലാം വർക്കാകുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ കീ അമർത്താം. 1 കണ്ടോ, ഫസ്റ്റ് കീ വർക്കിംഗ് അല്ല. പിന്നലത്തെ പ്രശ്നത്തിലാണോ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള പ്രശ്നമാണോ അറിയില്ല.
രണ്ടാമത്തെ നമ്പർ വർക്കാവുന്നില്ല. 3 വർക്കാവുന്നുണ്ട്, 4 വർക്കാവുന്നുണ്ട്, 5 വർക്കാവുന്നുണ്ട്, 6, 7, 8 വർക്കാവുന്നില്ല കേട്ടോ. പല പല കീസും വിടക്കായിട്ടുള്ളത് ഒന്ന് കഴിച്ച് നന്നാക്കണേ. 9 വർക്കാവുന്നുണ്ട്, 0 വർക്കാവുന്നുണ്ട്, മൈനസ് വർക്കാവുന്നുണ്ട്, അത് വർക്കാവുന്നുണ്ട്, ഇത് വർക്കാവുന്നുണ്ട്, ഇത് വർക്കാവുന്നുണ്ട്, ഇത് വർക്കാവുന്നുണ്ട്, ഇത് വർക്കാവുന്നുണ്ട്, ഐ വർക്കാവുന്നുണ്ട്, യു വർക്കാവുന്നുണ്ട്, വൈ വർക്കാവുന്നുണ്ട്, ടി വർക്കാവുന്നുണ്ട്, ആർ വർക്കാവുന്നുണ്ട്, ഇ വർക്കാവുന്നുണ്ട്, ഡബ്ല്യു വർക്കാവുന്നുണ്ട്, ക്യൂ, എ, എസ്, ഡി, എഫ്, ജി വർക്കാവുന്നില്ല. ജി എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് അക്ഷരമാണ്, അത് വർക്കാവുന്നില്ല. കീബോർഡാണ് കേട്ടോ, കീബോർഡിന് പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കീബോർഡ് ഇന്നലെ വീണിട്ടാണെന്ന് അറിയില്ല. എച്ച് വർക്കാവുന്നില്ല, ജെ വർക്കാവുന്നുണ്ട്, കെ വർക്കാവുന്നുണ്ട്, എൽ വർക്കാവുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം വർക്കാവുന്നുണ്ട്. എൻ്റർ കീ, ഓക്കെ എൻ്റർ കീയും വർക്കിംഗ് ആണ്. ഓക്കെ എൻ്റർ കീയും വർക്കിംഗ് ആണ്. എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ അടിച്ചു നോക്കിയതാണല്ലോ റീലോഡ്. ഞാൻ എന്തെല്ലോ പുഷ് നോക്കിയിട്ട് എന്തെല്ലോ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത എം വർക്കിംഗ് ആണ്. ഓക്കെ എം വർക്കിംഗ് ആണ്. എന്താണ് എം ഒക്കെ വെച്ച് വരുന്നത്? ബാക്ക് സ്പേസ് ആയിക്കോട്ടെ. ഓക്കെ, ഡി വർക്കിംഗ് ആണ്. സെറ്റ് വർക്കാവുന്നില്ല, എക്സ് വർക്കാവുന്നില്ല, സി വർക്കാവുന്നുണ്ട്, ഡി വി വർക്കാവുന്നുണ്ട്, ബി വർക്കാവുന്നില്ല, എൻ വർക്കാവുന്നില്ല. ഓക്കെ, ഏകദേശം ഒരു 10 ഗെയിമിൽ ഇത് വർക്കാവുന്നില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ സ്പേസ് ബാർ കീ വർക്കാവുന്നുണ്ടോ കണ്ടോ ഗൈസ്? ഈ മെയിൻ കീ ആണിത്, ലോങ്ങസ്റ്റ് കീ ബോർഡിലെ, അതുവരെ വർക്കാവുന്നില്ല കേട്ടോ. കൊമാൻഡോ ഇതൊന്നും വർക്കാവുന്നില്ല. കീ ഇതെല്ലാം സപ്പോർട്ടായിട്ടായിരിക്കും. ഇതൊന്നും വർക്കാവുന്നില്ല. ബാക്ക് സ്പേസ് നമ്മൾ സ്പേസ് ബാർ കീ ഒന്നും വർക്കാവുന്നില്ല. പിന്നെ ബാക്ക് സ്പേസ് ഒക്കെ വർക്കാവുന്നുണ്ട്. കെ വർക്കാവുന്നില്ല. ജെ സ്പേസ് കണ്ടോ, ഇത് വർക്കാവുന്നില്ല കണ്ടോ, ജി വർക്കാവുന്നില്ല. ഈ പ്രശ്നമുണ്ട് കാരണം ഞാനിപ്പോൾ ഈ കഴിച്ച കീബോർഡില്ല ഗൈസ്, ഇതിനൊരു പ്രോബ്ലം ഇല്ല. ബ്ലൂടൂത്ത് സ്പീക്കർ ഓഫ് ആക്കട്ടെ, ഓണാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കഴിച്ച കീബോർഡിന് പ്രോബ്ലങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബാറ്ററി പൊന്തിയതാണ്, അല്ലാണ്ട് ഇതിൻ്റെ കീസൊക്കെ എല്ലാം വർക്കാവുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ പുതിയ ഈ ടാബ് വാങ്ങുമ്പോൾ കിട്ടിയതാണ് ഈ കീബോർഡ് ഈ ടാബ് വാങ്ങുമ്പോൾ കിട്ടിയതാണ്. ഇത് എന്തോ പ്രശ്നമാണ്, അതിൻ്റെ ബാറ്ററി പൊന്തിയതാണ്. അല്ലെങ്കിൽ പക്ക വർക്കിംഗ് ആയിരിക്കും. ചാർജിനൊക്കെ വെച്ച് നോക്കിയില്ല, എനിക്ക് ഓണാകുന്നില്ല കേട്ടോ, എന്തോ പ്രശ്നമുണ്ട് പോയി. ഇതിൻ്റെ എല്ലാ കീയും വർക്ക് ചെയ്യുന്നതാണ്. സ്പേസ് ബാർ കീ പോലും വർക്കാകുന്നില്ല അതിൽ. ഓക്കെ, ഇതാണ് കാരണം. ഇതാ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഏകദേശം എല്ലാം വർക്കായി തുടങ്ങുന്നുണ്ട്. ബ്ലൂടൂത്ത് കീ ഇപ്പോൾ കീബോർഡ് വന്ന് ഡിസ്കണക്റ്റായി കണ്ടോ, കീബോർഡ് ഡിസ്കണക്റ്റായി. അപ്പം ഇതിൽ കീബോർഡ് വന്നു. നമ്മുടെ സ്പേസ് ബാർ കീ വർക്കാകുന്നില്ല പറഞ്ഞാൽ അതിശയം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഗെയിമിംഗ് സെറ്റപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഗെയിമിംഗ് സെറ്റപ്പ് ഒന്നും നടക്കുമെന്നൊക്കെ തോന്നുന്നില്ല കേട്ടോ, കാരണം ഇത് വർക്ക് ചെയ്യാണ്ട് എങ്ങനെ കളിക്കാനാണ്? ഇപ്പോൾ കീബോർഡും പിന്നെ മൗസൊക്കെ കിട്ടിയ മൗസ് എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. മൗസ് ഇല്ലെങ്കിൽ കീബോർഡ് മൗസൊക്കെ വാങ്ങിയാൽ ഒരു ഗെയിം സെറ്റപ്പ് ഉണ്ടാക്കാം. ഇതേപോലത്തെ കീബോർഡ് അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ആക്കാം. അതുവരെക്കും ബായ് കേട്ടോ. ഇപ്പോൾ ഇത് കാണിച്ചാണെങ്കിൽ വീഡിയോ എടുത്ത് ഞാൻ ഇതായിരിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.